ഇന്ത്യയിലെ ധനികരിൽ ഒന്നാം സ്ഥാനത്തുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് മേധാവി മുകേഷ് അംബാനിയുടെ ആരോഗ്യപരമായ മാറ്റം ദേശീയ ശ്രദ്ധ നേടുന്നു. 67-ാം വയസ്സിൽ അദ്ദേഹം ഒരു പ്രത്യേക വ്യായാമമില്ലാതെ 15 കിലോയോളം ശരീരഭാരം കുറച്ചതിന്റെ രഹസ്യമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. കോടീശ്വരന്റെ ഡയറ്റ് ഒക്കെ അറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ, നമ്മളെ കൊണ്ട് അതൊന്നും താങ്ങില്ല എന്ന് പറഞ്ഞ സാധാരണക്കാർക്ക് ഒരു പ്ലസന്റ് സർപ്രൈസ് കൊടുത്തുകൊണ്ടാണ് മുകേഷ് അംബാനി തന്റെ ഡയറ്റ് പ്ലാൻ പുറത്തുവിട്ടിരിക്കുന്നത്. അതിസമ്പന്നനായിട്ട് പോലും അംബാനി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏറ്റവും ലളിതമായി വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു ഭക്ഷണക്രമമാണെന്നതാണ് ഈ അംബാനി ഡയറ്റ് സാധാരണക്കാർക്കിടയിൽ ഇത്ര ശ്രദ്ധ നേടാൻ കാരണം. മുകേഷ് അംബാനി കർശനമായ ഒരു പ്രഭാത ദിനചര്യ പിന്തുടരുന്നുണ്ട്. ദിവസവും പുലർച്ചെ 5:30 എഴുന്നേൽക്കുന്ന അദ്ദേഹം ചെറിയ ചെറിയ യോഗാസനങ്ങൾ, പ്രാണായാമം, ധ്യാനം എന്നിവ മാത്രമാണ് ഒരു നിത്യ അഭ്യാസം എന്നുള്ള രീതിയിൽ ചെയ്യുന്നത്. ജിം വർക്കൗട്ടുകളോ വ്യക്തിഗത ട്രെയിനറോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഈ ദിനചര്യ ഒരു ദിവസം പോലും അദ്ദേഹം മുടക്കാറില്ല. അംബാനി ഡയറ്റിന്റെ കാതൽ എന്നത് ലളിതവും ശുദ്ധവുമായിട്ടുള്ള ഒരു ഭക്ഷണ രീതിയാണ്. പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് ജ്യൂസുകൾ, ഇഡലി, സാമ്പാർ തുടങ്ങിയ ലഘുവായ വിഭവങ്ങൾ. ഉച്ചഭക്ഷണവും അത്താഴവും എന്ന് പറയുന്നത് വീട്ടിൽ തയ്യാറാക്കിയ ഗുജറാത്തി ഭക്ഷണമാണ്. പരിപ്പ്, പച്ചക്കറികൾ, ചോറ്, സൂപ്പ്, സാലഡ് എന്നിവയാണ് പ്രധാനമായും ഉൾപ്പെടുത്തുന്നത്. ഒഴിവാക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ശരിക്കും അറിയേണ്ടത്. പാക്കറ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, വറുത്ത വിഭവങ്ങൾ, നോൺ വെജ് എന്നിവ പൂർണ്ണമായും അദ്ദേഹം ഒഴിവാക്കുന്നുണ്ട്. ഔദ്യോഗിക പരിപാടികളിൽ പോലും ഈ വിട്ടുവീഴ്ച ഇല്ലാത്ത നിയന്ത്രണം അദ്ദേഹം പാലിക്കുന്നുണ്ട്. ശരീരഭാരം കുറയ്ക്കുന്നതിന് ജിമ്മല്ല, മറിച്ച് തകർക്കാൻ സാധിക്കാത്ത ഒരു ദിനചര്യയാണ് ആവശ്യമെന്ന് മുകേഷ് അംബാനിയുടെ ഈ മാറ്റം തെളിയിക്കുന്നു. 67-ാം വയസ്സിൽ അദ്ദേഹം നൽകുന്ന സന്ദേശം എന്നത് ഫിറ്റ്നസ് നേടാൻ കഠിനമായ വ്യായാമം ചെയ്യുന്നതിനേക്കാൾ പ്രധാനമായി ലളിതമായി ഭക്ഷണം കഴിക്കുക, ലളിതമായ ഒരു ഭക്ഷണക്രമം ഉണ്ടാകുക എന്നുള്ളതാണ്. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്ന ഇക്കാലത്ത് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ലളിതമായ മാർഗങ്ങളിലൂടെ ആരോഗ്യം നിലനിർത്താനുള്ള ഒരു പ്രചോദനം അംബാനി ഡയറ്റ് നൽകുമെന്നതിൽ തീർച്ചയായും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.